ഹല്ലേലൂയ. കർത്താവിൽ സമാധാനം. എനിക്കിന്ന് ദൈവം വചനമായതിലൂടെ പലപ്പോഴായി ഈ വചനത്തിലൂടെ പലവിധമായ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൽ ഒരു ദൈവ പൈതൽ, ഒരു ക്രിസ്തു വിശ്വാസം വചനമനുസരിക്കുകയും വചനപ്രകാരം പ്രാർത്ഥനാ ജീവിതത്തിലൂടെ കടന്നു പോകുന്നതുമേ ഒരു ദൈവവിശ്വാസം. കർത്താവ് ആശ്രയിക്കുന്നു, കർത്താവിൽ പ്രാർത്ഥിക്കുന്നു, കർത്താവിൽ നിന്ന് ചിലത് പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിത്യരാജ്യത്തിന് വേണ്ടി പ്രത്യാശയോടെ കാത്തിരിക്കുന്നു. നമ്മളോട് ദൈവാത്മാവ് സംസാരിക്കുന്ന ചില കാര്യങ്ങൾ. ആത്മാവിലുള്ള ഹൃദയപരിച്ഛേദന. റോമർ 2:28-29 വചനങ്ങൾ നാം പരിശോധിക്കുക. 28-ാം വാക്യം, പുറമെ യഹൂദനായവൻ യഹൂദനല്ല, യഥാർത്ഥ പരിച്ഛേദന ബാഹ്യവും ശാരീരികവും. പുറമെ യഹൂദനായവൻ യഹൂദനല്ല എന്ന് വായിച്ചാൽ, പുറമെ നാം ക്രിസ്തുവിനെ ആണ് ഏറ്റെടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ക്രിസ്തുവിലാണ്, ക്രിസ്ത്യാനിയാണ് എന്ന് കാണിക്കാൻ നമ്മൾ പുറമെ ചില അടയാളങ്ങൾ വഹിക്കുന്ന ഒരു പ്രവണതയും നമ്മുടെ ഇടയിൽ പലരും അതുണ്ട്. അത് മാലകളായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ അടയാളങ്ങളായി നമ്മുടെ കഴുത്തിലോ കൈകളിലോ നമ്മൾ വഹിക്കുന്നു, ധരിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സ്വഭാവം പലപ്പോഴും നമ്മളിൽ പലർക്കും ഉണ്ടാകും. അപ്പോ ഈ വചനം പറയുന്നത്, പുറമേ യഹൂദനായവൻ യഹൂദനല്ല, യഥാർത്ഥ പരിച്ഛേദം ബാഹ്യവും ശാരീരികവുമാണ്. യഥാർത്ഥ പരിച്ഛേദം ഒരിക്കലും ഈ ശരീരത്തിൽ നമ്മൾ പുറമേ മറ്റുള്ളവരെ കാണിക്കുവാൻ ധരിച്ചുകൊണ്ട് നടക്കുന്ന ഒന്നുമല്ല യഥാർത്ഥ ക്രിസ്തു വിശ്വാസിക്ക് വേണ്ടി. അതിന് താഴെ 29-ാം വചനത്തിൽ വ്യക്തമായതിനെ കുറിച്ച് ചില കാര്യങ്ങൾ നമ്മളോട് കർത്താവായ ദൈവം പൗരസപ്പോസ്റ്റലിലൂടെ നമ്മളോട് സംസാരിക്കുന്നു. അത് നമുക്കൊന്ന് പരിശോധിക്കാം. അകമേ യഹൂദനായനത്ര യഹൂദൻ. അകമേ, ഈ അകമേ യഹൂദനാകുക എന്നാൽ എങ്ങനെയാണ്? അകമേ ക്രിസ്തുവിൽ വിശ്വസിക്കണം, കർത്താവായ ദൈവത്തിൽ ഹൃദയം കൊണ്ട് വിശ്വസിക്കണം, വായ കൊണ്ട് ഏറ്റുപറഞ്ഞ് ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച ഒരു വ്യക്തി. അങ്ങനെ ഒരു വ്യക്തിയാണ് അകമേ യഹൂദൻ. അവന് പുറമെ മറ്റുള്ളവർക്ക് ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനാണ്, ക്രിസ്തുവിലായിരിക്കുന്നവനാണ് എന്ന് കാണിക്കാൻ പ്രത്യേക അടയാളങ്ങളുടെ ആവശ്യമില്ല. അവിടെ ആവശ്യം എന്താണ്? ഹൃദയത്തിൽ നിന്നുള്ളതാണ്, പുറമേ ഉള്ളതല്ല, ബാഹ്യമായുള്ളതല്ല. ഹൃദയത്തിൽ നിന്നും പുറപ്പെടും, ഹൃദയത്തിൽ നിന്നും നാം പ്രദർശിപ്പിക്കുന്നു, ഹൃദയത്തിൽ നിന്നും നമ്മൾ സംസാരിക്കുന്നതും പെരുമാറുന്നതുമായ കാര്യങ്ങളിലൂടെയാണ് യഥാർത്ഥ വിശ്വാസിയെ തിരിച്ചറിയാൻ കഴിയും. അവിടെ നമുക്ക് ഈ പറയുന്ന രീതിയിലുള്ള ക്രിസ്തീയ ചിഹ്നങ്ങളൊന്നും കാഴ്ചവെച്ചുകൊണ്ട് നടക്കാൻ കർത്താവായ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നു. കാരണം കുരിശ് ഒരിക്കലായി ക്രിസ്തു വഹിച്ചു. ആ ക്രൂശ് വഹിച്ച് മരിച്ചുയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ക്രിസ്തു. ക്രൂശിന്റെ വചനമെന്ന് കൊരിന്ത്യർ പുസ്തകത്തിൽ പറയുന്നത് ക്രിസ്തുവിനെ കുറിച്ച്. ക്രൂശിന്റെ വചനം ജഡമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അതാണ് ക്രിസ്തു. അപ്പോ ക്രൂശിന്റെ വചനം എന്നത് ക്രിസ്തു. ആ ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ, വചനം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. അത് നമ്മൾ സംസാരിക്കുകയും അങ്ങനെ നാം ക്രിസ്തുവിനെ പ്രദർശിപ്പിക്കുകയും ചെയ്ത് നമ്മുടെ ഉള്ളിൽ നിന്നും നമ്മൾ യഥാർത്ഥത്തിൽ യഹൂദനായിത്തീരും. യഹൂദൻ എന്നാൽ ക്രിസ്തു വിശ്വാസം, ക്രിസ്ത്യാനി എന്ന് അവകാശപ്പെടാൻ കഴിയുന്നു, ക്രിസ്ത്യാനിയായിത്തീരുന്നു എന്നുള്ളതാണ് സാരം.
അക്ഷരത്തിലല്ല, ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന അത്ര പരിച്ഛേദന. അപ്പൊ അക്ഷരം കൊണ്ടല്ല, പഴയ നിയമപ്രകാരമുള്ള ന്യായപ്രമാണ പ്രകാരമുള്ള ഒരു പരിച്ഛേദനയല്ല, ശരീരത്തിൽ ഏൽക്കുന്ന പരിച്ഛേദനയും. ന്യായപ്രമാണപ്രകാരം, പഴയ നിയമപ്രകാരം പരിച്ഛേദന എന്നത് ശരീരത്തിൽ അടയാളപ്പെടുത്തുന്ന ഒരു പ്രക്രിയ ഉണ്ടായിരുന്നു, പരിച്ഛേദന. ഒരു ആൺകുട്ടി ജനിച്ച 8ാം നാളിൽ അവന്റെ അഗ്രചർമ്മം മുറിക്കുന്ന കാര്യമാണ് ശരീരത്തിൽ അടയാളത്താൽ ഉള്ള പരിച്ഛേദന എന്ന് പറയും. അപ്പോ ഹൃദയപരിച്ഛേദന എത്ര പരിച്ഛേദന, അതിന് പ്രശംസ ലഭിക്കുന്നത് മനുഷ്യരിൽ നിന്നല്ല, ദൈവത്തിൽ നിന്നത്. അപ്പോൾ ഹൃദയപരിച്ഛേദന എന്നത് ഇത് തന്നെയാണ്. ക്രിസ്തുവിനെ പ്രദർശിപ്പിക്കുന്നവരാകും, ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരാകും, ക്രിസ്തുവിൽ നാം പ്രാർത്ഥിക്കുന്നവരും നിത്യജീവന് വേണ്ടി, നിത്യരാജ്യത്തിന് വേണ്ടി വിശ്വാസത്തോടും പ്രത്യാശയോടും കാത്തിരിക്കും. സ്നേഹത്തോടെ അന്യോന്യം സഭയിൽ പരസ്പരം സ്നേഹിക്കുന്നവരുമായി തീരുക. സഭാവിശ്വാസികളെ മാത്രമല്ല, കർത്താവായ ദൈവം പഠിപ്പിക്കുന്നതിനെയാണ് നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ അയൽക്കാരൻ നിന്നെ ദ്രോഹിച്ചാൽ, അയൽക്കാരൻ നിന്നെ ശപിച്ചാൽ അവർക്ക് വേണ്ടി അനുഗ്രഹിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് അവരെ സ്നേഹിക്കുക നമ്മുടെ കർത്താവാഗ്രഹം. അതാണ് ഹൃദയപരിച്ഛേദന കൊണ്ട് കർത്താവ് ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ളവർക്കാണ് നീതി ലഭിക്കുക ദൈവത്തിന്. ആ നീതിയിൽ ലഭിക്കുന്നവനാണ് ജീവനും നിത്യരാജ്യവും അവകാശമായി കർത്താവായ ദൈവം വാഗ്ദാനം ചെയ്തിട്ടുള്ളൂ, വാഗ്ദത്തം ചെയ്തിട്ടുള്ളൂ. അതിനുവേണ്ടി നാം ഓരോരുത്തരും നമ്മളെ തന്നെ ഒരുക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ പരിച്ഛേദന അത്യാവശ്യവും അനിവാര്യവും. ആ ഹൃദയ പരിച്ഛേദനയാണ് നാം ക്രിസ്തുവേശു ആയിത്തീരേണ്ടത്. നമ്മളെ തന്നെ ക്രിസ്തുവിൽ സമർപ്പിച്ചു. നാം സ്വയം പാപിയാണെന്ന് സമ്മതിച്ചുകൊണ്ടും പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ടും ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന ഒരു പ്രക്രിയയാണ് ജലസ്നാനം. ആ ജലസ്നാനം അനിവാര്യമാണ്. അത് ക്രിസ്തു യോർദാൻ നദിയിൽ സ്വീകരിച്ചതുമാണ്. നമുക്കത് വ്യക്തമായി ക്രിസ്തു വെളിപ്പെടുത്തുന്നു. അതിലൂടെ നമുക്കറിയാം, ക്രിസ്തുവിൽ പരിശുദ്ധാത്മാവ് ഒരു പ്രാവിന്റെ രൂപേണ ഇറങ്ങി സ്വർഗത്തിൽ നിന്നും പിതാവിന്റെ ശബ്ദമുണ്ടായി, ഇവനെന്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിട്ട്. ഇതേ പ്രസാദമാണ് നമുക്ക് ലഭിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഹൃദയപരിച്ഛേദന ആവശ്യമാണ് എന്ന് പുതിയ നിയമത്തിൽ നമ്മൾ ആവശ്യപ്പെടുന്നത്. അപ്പൊ അക്ഷരത്താലുള്ളതല്ല, പൂർണ്ണമേ ഉള്ളതല്ല, വസ്ത്രത്താലുള്ളതല്ല. നമ്മൾ ഒരു ചർച്ചിൽ ഒരു കൂട്ടായ്മയിൽ പോകുന്നു, നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഉള്ള ഒരു യൂണിഫോം ധരിക്കണം എന്ന് പറയുന്നുവെങ്കിൽ അതൊരിക്കലും ദൈവത്തിൽ നിന്നുള്ളതല്ല, ദൈവവചനപ്രകാരമുള്ളത്. കാരണം ദൈവം ഒരിക്കലും നമ്മൾ വസ്ത്രധാരണം കൊണ്ടല്ല, നമ്മൾ കഴുത്തിലോ കാതിലോ വൈയിലോ അണിയുന്ന കുരിശ് വഹിച്ച അല്ലെങ്കിൽ ഒരു ചിഹ്നം ആയി കുരിശ് കൊണ്ട് നടക്കുന്ന ഒരു പ്രവണതയൊന്നും കണ്ടൊന്നും അല്ല കർത്താവ് നമ്മളെ നീതീകരിക്കുന്നത്, നീതിമാനായി കാണുന്നത്, ഒരു വിശ്വാസിയായി കാണുന്നത്. ഒരു നീല പാൻ്റ് ഇട്ട് ക്രീം കളർ ഷർട്ട് ഇട്ട് വരണം എന്ന് പറഞ്ഞാൽ അതൊന്നും ദൈവം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അത് മനുഷ്യരാൽ ഉണ്ടാക്കുന്ന ചില നിയമങ്ങൾ. അതൊരിക്കലും ദൈവികമാണ്. കാരണം ദൈവം നോക്കുന്നത് ഈ പറയുന്ന വസ്ത്രധാരണത്തിൽ കഴുത്തിലൊരു കുരിശ് കെട്ടിയിട്ടുണ്ട്, കഴുത്തിലൊരു സ്വർണ്ണമാലയിൽ കുരിശ് കെട്ടി, ഇതൊന്നും കൊണ്ട് നടന്നാലൊന്നും ദൈവം നമ്മളിൽ പ്രസാദിക്കുകയും ദൈവിക നീതി നമ്മളിൽ വെളിപ്പെടുകയും ചെയ്യുന്നു. മറിച്ച് കർത്താവ് നമ്മുടെ ഹൃദയം നോക്കുന്നു, ഹൃദയത്തിന്റെ ഉൾപ്പൂവുകൾ അറിയുന്ന കർത്താവിന് വേണ്ടി നമ്മുടെ ഹൃദയം കൊടുത്തിട്ടുണ്ട്. കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവവചനം വായിക്കുന്നുണ്ട്, ദൈവവചനം ധ്യാനിക്കുന്നുണ്ട്, ദൈവരാജ്യത്തോട് നീതിയോടെ ചെന്നെത്തോളം വിശ്വാസത്തോടെ ഉറപ്പോടെ നിൽക്കുവാൻ നാം തയ്യാറാണ് എന്നൊക്കെയാണ് കർത്താവ്. അല്ലാതെ നമ്മൾ ഏതൊരു വസ്ത്രം ധരിക്കുന്നു എന്ന് നോക്കിക്കൊണ്ട് കർത്താവ് ഒരിക്കലും നമ്മൾ പ്രസാദിക്കും. മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങൾ പലതും ദൈവികമല്ലാത്തത് കൊണ്ട് തന്നെ ഇടർച്ചകളും ഉണ്ടാവാം. എന്നാൽ ദൈവം പറയുന്ന ഒരു കാര്യം ഹൃദയപരിച്ഛേദനകൾ ക്രിസ്തുവിലായി തീരുമ്പോൾ നാം ക്രിസ്തു ഉറച്ചു നിൽക്കും. കഷ്ടങ്ങളുണ്ടാവാം, ഞെരുക്കങ്ങളുണ്ടാവാം, പ്രയാസങ്ങൾ വരാം, ദാരിദ്ര്യമുണ്ടാവാം, ഒറ്റപ്പെടലുകളും തള്ളപ്പെടലുകളും ഉണ്ടാവാം. പക്ഷെ അതൊന്നും നമ്മളെ ഒരിക്കലും തകർത്ത് കളയാനല്ല. ദൈവം ദോഷങ്ങൾ കൊണ്ട് പരീക്ഷിക്കുന്നവനാണ്.
ദൈവം രോഷങ്ങളാൽ പരീക്ഷിക്കുന്ന ദൈവമല്ല. ഈ ഭൂമിയിൽ നമ്മൾ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ദൈവനാമം ഉയർത്തുവാനും ദൈവം നമ്മളെ തൻ്റെ മക്കളായും തൻ്റെ ദാസന്മാരായും തൻ്റെ ആടുകളായതൊക്കെയാണ് കർത്താവായ ദൈവം നമ്മളെ വിശേഷിപ്പിച്ചിരിക്കുന്നു. ആ കർത്താവ് നമ്മളെ അത്രയധികം സ്നേഹിക്കുകയും അത്രയധികം പരിപാലിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു വലിയൊരു പരിച്ഛേദനയാണ് നമുക്ക് ആവശ്യം. അത് പരിശുദ്ധാത്മാവിലുള്ള ആത്മ പരിച്ഛേദന നമുക്ക് ആവശ്യം. ഇതാണ് റോമർ 2:28-29 വാക്യങ്ങൾ നമ്മളെ വ്യക്തമായി പഠിപ്പിക്കും. നമ്മുടെ പുറമെ കാണുന്ന പുറമെ ധരിക്കുന്ന വസ്ത്രത്താലോ അല്ലെങ്കിൽ കുരിശ് കെട്ടിയിട്ട് മറ്റ് അടയാളങ്ങളോ ഒക്കെ കാണിച്ചു നടക്കുക ഒന്നുമല്ല നമ്മുടെ ക്രിസ്തീയ ജീവിതം. ക്രിസ്തീയ ജീവിതം ക്രിസ്തുവിനെ അനുഗമിച്ച് ക്രിസ്തുവിനെ രഹിതപ്പെടും വചനത്താൽ നമ്മൾ രൂപാന്തരം പ്രാപിച്ചു ഹൃദയത്തിൽ സ്നേഹവും അനുകമ്പയും കരുണയും ഒക്കെ ഉള്ളവരെ. അപ്പോൾ തന്നെ നമ്മുടെ അടുത്തുള്ള സഹോദരങ്ങളെ അയൽക്കാരെയൊക്കെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുവാൻ നമ്മളെ കൊണ്ട് കഴിയണം. അതാണ് ക്രിസ്തു നമ്മളിലൂടെ ഈ ഒരു വചനത്തിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു പരിച്ഛേദന എന്നത് ഹൃദയത്തിന്റെ പരിച്ഛേദനയാണ്. ഹൃദയ പരിച്ഛേദന ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ നീതിയുടെയും നിത്യരാജ്യത്തെയും അവകാശികളെയും നമുക്ക് സാധിക്കുകയുള്ളൂ. സത്യം നമ്മളെ മനസ്സിലാക്കണം. ആ ഒരു കാര്യത്തെ ഇത്രയും വളരെ ലളിതമായി നിങ്ങളിലേക്ക് എത്തിക്കുക ദൈവാത്മാവ് എന്നിൽ തന്ന ഈ ഒരു ആലോചന അല്ലെങ്കിൽ ഈ ഒരു സന്ദേശം നിങ്ങൾക്കെല്ലാവർക്കും പ്രയോജനമായിരിക്കുന്നു ഞാൻ വിശ്വസിക്കുക. കർത്താവാദ്യം നിങ്ങളെയും എന്നെയും ഈ കേൾക്കുന്ന എല്ലാവരെയും ഹൃദയത്തിൽ ശരിയായൊരു പരിച്ഛേദന ഉണ്ടാകേണ്ടതാണ്. ആത്മ പരിച്ഛേദന ഉണ്ടാകേണ്ടത് അക്ഷരത്താലുള്ളതല്ല, ശരീരത്താലുള്ളതല്ല, ബാഹ്യമായുള്ളതല്ല, ആന്തരികമായുള്ളത്, ആത്മീയ മനുഷ്യനുള്ളത്, ആത്മാവിനുള്ളത്, ഹൃദയത്തിലുള്ളത്. ആ പരിച്ഛേദന ക്രിസ്തുവിൽ തികയ്ക്കുവാൻ എവിടെയും ക്രിസ്തുവിൽ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്കൊരു നിമിഷത്തെ അവരോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പിതാവായ ദൈവം, ഞങ്ങൾ ഹൃദയപരിച്ഛേദന പൂർണ്ണതയിലെത്തുക, ഹൃദയപരിച്ഛേദനയ്ക്ക് പൂർണ്ണമായി സമീപിക്കും. ആ പൂർണ്ണത എത്തുക കർത്താവ് അങ്ങയുടെ പാദപീഠത്തിലിരുന്ന് തിരുമുഖത്തിരുന്ന് പഠിക്കുവാനും ശ്രമിച്ചു. അതിന് പ്രകാരം ഞങ്ങളുടെ ഹൃദയങ്ങളെ രൂപാന്തരം വരുത്തും ഞങ്ങളെ സഹായിക്കണമെന്ന് പരിശുദ്ധ ഭാഗം ഞങ്ങളുടെ മേൽ വന്ന് ഞങ്ങളെ വീണ്ടെടുത്ത് ഉപദേശിക്കുകയും വഴി നടത്തുകയും ഞങ്ങൾക്ക് വേണ്ടുന്ന മാർഗങ്ങളെ വഴികളെയും എല്ലാം വളരെ വ്യക്തമാക്കി തരണമേ. ആത്മീയ തലങ്ങളിലൂടെ സഞ്ചരിക്കുക കർത്താവ്. ഈ താൽക്കാലികമുള്ള ജഡികമായുള്ളതിലാണ് നിത്യമായിട്ട് നിത്യരാജ്യത്തിലേക്കും കടക്കുന്നു. ആ നിത്യയുടെ പൂർണ്ണതയിലേക്ക് ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് എത്തുന്നത് കർത്താവിനെ ആശ്രയിച്ചിരിക്കും. പിതാവിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ പ്രാർത്ഥന കേട്ട യേശു ക്രിസ്തുവിൻ വിലയിരുന്ന ആമേൻ.